ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 112-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായ സ്വാഗതം. നാം ഇന്നും തുടരുന്നത് ശമൂവേലിന്റെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിലെ ചിന്തകളിലൂടെയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായി 11-ാം അധ്യായം ശമൂവേലിന്റെ 1-ാം പുസ്തകം 3-ാം വാക്യം വായിച്ച് കേൾപ്പിക്കാം. യാബേഷിലെ മൂപ്പന്മാർ അവനോട്, ഞങ്ങൾ ഇസ്രായേൽ ദേശത്തെല്ലായിടവും ദൂതന്മാരെ അയപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് 7 ദിവസത്തെ ഇട തരയണം. ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരാം എന്ന് പറഞ്ഞു. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇതിൻ്റെ പശ്ചാത്തലം അറിയാം. നാം ഓർത്തതുപോലെ അമ്മോന്യനായ നാഹാഷ് എന്നൊരുവൻ ഇറങ്ങി വന്ന് ഗിലെയാദിലെ യാബേഷ് നിവാസികളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. അതായത് അവർ കീഴടങ്ങുക. തന്നെയുമല്ല, മറ്റൊരു കാര്യം അവിടെയുണ്ട്, അവരുടെ വലങ്കണ്ണെല്ലാം ചുഴന്നെടുത്ത് അവന് കൊടുക്കണം. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിനു മുൻപുള്ള ഭാഗങ്ങളിൽ നാം ഓർത്തതാണ്. എന്നാൽ ഈ യാബേഷ് നിവാസികൾ പറയുന്ന ഒരു വസ്തുതയാണ് നാം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നത്. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആവർത്തിക്കട്ടെ. യാബേഷിലെ മൂപ്പന്മാർ ഈ പറയുന്ന നഹാഷിനോട് പറയുകയാണ്, ഞങ്ങൾ ഇസ്രായേൽ ദേശത്തെല്ലായിടവും ദൂതന്മാരെ അയക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് 7 ദിവസത്തെ ഇട തരണം. ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരാം എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഓർത്തു നോക്കുക, എത്രമാത്രം വല്ലാത്തൊരു ദുസ്ഥിതിയിലേക്കാണ് ഈ ജനം എത്തിയിട്ടുള്ളത്. പിശാചിൻ്റെ വലിയൊരു തന്ത്രം, സമ്മർദ്ദ തന്ത്രം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എപ്പോഴും ഓർക്കുക, ദൈവജനത്തിന് എതിരായി നിൽക്കുന്ന ദൈവത്തിൻ്റെ ശത്രുവായ പിശാച് ദൈവജനത്തെ സമ്മർദ്ദത്തിലാക്കുവാൻ, തന്ത്രങ്ങളാൽ, കുടിലതകളാൽ വല്ലാതെ വിഷമിപ്പിക്കുവാൻ എപ്പോഴും ശ്രമിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാം. ദൈവജനം ഒരിക്കലും കുടിലതകളോ തന്ത്രങ്ങളോ ഉപയോഗിക്കുന്നവരായി കാണരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വാക്ക് എപ്പോഴും ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ വാസ്തവത്തിൽ യാതൊരു തന്ത്രങ്ങളുമില്ലാത്ത വിശുദ്ധമായൊരു ജീവിതം, ഒരു നേർരേഖ പോലെയുള്ള വളരെ വിശുദ്ധമായൊരു ജീവിതമാണ് സ്വർഗത്തിലെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ നാഹാഷ് വന്ന് അവരോട് പറയുന്ന ഈ കാര്യത്തിന് അവർ പറഞ്ഞ മറുപടി അനുവദിക്കപ്പെടുന്ന അസാധാരണമായിട്ടുള്ള ഒരു വസ്തുതയാണ് കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ഒരുപക്ഷെ ഈ നാഹാഷ് വേണ്ടത്ര ഒരുക്കത്തോടെ അല്ലായിരിക്കാം ഇവരെ ആക്രമിക്കാൻ വന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ മനസ്സിലേക്ക് വരട്ടെ. അത് മറ്റൊന്നല്ല, ഇവരെ രക്ഷിപ്പാൻ ആരും വരികയില്ല എന്നുള്ള ചിന്തയായിരിക്കാം ഇവരുടെ ആവശ്യം അംഗീകരിക്കുവാൻ തക്കവണ്ണം നാഹാഷ് എന്ന അമോന്യനായ വൈരിയെ പ്രേരിപ്പിച്ചത്. അവൻ്റെ ചിന്താഗതി അതുതന്നെയാകാനാണ് സാധ്യത. എന്താണത്? ഇവരെ സഹായിപ്പാൻ മറ്റാരും വരികയില്ല എന്നുള്ള ചിന്ത ശത്രുവായ അമോന്യൻ്റെ മനസ്സിൽ, നാഹാഷിൻ്റെ മനസ്സിൽ അത് രൂഢമൂലമായിരിക്കാം. എന്നാൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ, ശത്രു അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ ജനത്തെ എറിഞ്ഞു കൊടുക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം എന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ശത്രു എത്ര ഭീഷണി ഉയർത്തിയാലും നാം പതറേണ്ടുന്ന ആവശ്യമില്ല. കാരണം ശത്രുവിൻ്റെ ഭീഷണിക്ക് മുൻപിൽ നമ്മെ നിസ്സഹായരായി വിട്ടിട്ട് പോകുന്നവനല്ല സ്വർഗത്തിലെ ദൈവം എന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന ചരിത്ര ഭാഗങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. ഈ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രത്യക്ഷത്തിൽ
ശത്രുവിൻ്റെ ഭീഷണി വളരെ ഭയപ്പാടുണ്ടാക്കുമെങ്കിലും അവൻ്റെ ആവശ്യം ക്രൂരമാണ് എന്ന് അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഒന്നാമത്തെ വസ്തുത എന്ന് പറയുന്നത് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന തിരിച്ചറിവാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച്, യാബേഷ് നിവാസികളെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു തിരിച്ചറിവുണ്ട്. അത് മറ്റൊന്നല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിയന്ത്രണം ഞങ്ങളുടെ പട്ടണത്തിന് മുകളിലുണ്ട് എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളവും എത്രമാത്രം പ്രതിസന്ധികൾ, എത്രമാത്രം പ്രതികൂലങ്ങൾ, എന്തുമാത്രം എതിർപ്പുകൾ വന്നാലും നാം ധൈര്യപ്പെടേണ്ടുന്ന വസ്തുത എന്ന് പറയുന്നത് അതിതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും എല്ലാ ദിവസങ്ങളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ്. ആ ദൈവം ഒരിക്കലും നമ്മെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന കർത്താവല്ല. നിശ്ചയമായിട്ടും നമ്മോടുകൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഇരിക്കുന്ന, ഒരിക്കലും മാറിപ്പോകാത്തൊരുറ്റ സ്നേഹിതനാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. തന്നെയുമല്ല, ഇതിന് മറ്റൊരു വശം കൂടെയുണ്ട്, രണ്ടാമതൊരു കാര്യം കൂടെയുണ്ട്. ഈ സംഭവ പരമ്പരകളാണ് വാസ്തവത്തിൽ ശൗലിനെ രാജത്വത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പിന്നണിയായി പ്രവർത്തിച്ചതെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രാജത്വത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. എന്നാൽ ഈ സംഭവവും അവന് രാജത്വത്തിലേക്കുള്ള ചവിട്ടുപടികളിൽ ഒന്നായിട്ട് ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ നാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നന്മകളിലേക്ക് നമ്മെ നയിക്കുന്ന വഴികളാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട് എന്നുള്ളത് മറക്കരുത്. ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്കത് വിശദീകരിക്കുവാൻ അറിഞ്ഞില്ല എന്ന് വന്നേക്കാം. നമ്മോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് മനുഷ്യത്വത്തിൽ ഉത്തരം കൊടുക്കുവാൻ അറിയുകയില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, ദൈവം നന്മ ചെയ്യുന്നവനാണെന്നും നല്ലത് മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ എന്നും നമുക്ക് അനുഭവിച്ചറിയുവാൻ ദൈവം ഒരുക്കുന്ന അനേക അവസരങ്ങളാണിത് എന്ന് പറയാതിരിപ്പാൻ നിവൃത്തിയില്ല. അതുതന്നെയാണ് നമുക്കിവിടെ നിന്ന് പഠിക്കുവാനുള്ള വലിയ ഒരു പാഠമെന്ന് പറയുന്നത്. ശത്രുവായ നഹാശ് ഇവരെ രക്ഷിപ്പാൻ ആരും വരികയില്ല എന്നുള്ള കണക്ക് കൂട്ടലിൽ അവൻ ഭീഷണി ഉയർത്തുമ്പോൾ ദൈവം മറ്റു പദ്ധതികൾ തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കുന്ന അനുഗ്രഹീതമായ കരുതലിൻ്റെ കരമാണ് കാണുവാൻ കഴിയുക. അതുകൊണ്ട് അങ്ങ് തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കുവാൻ, ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിപ്പാൻ, ദൈവം മതി എന്നുള്ള ചിന്തയിലേക്ക് വരുവാൻ, ദൈവം എന്നെ ഉപേക്ഷിക്കുന്നവനല്ല എന്ന യാഥാർത്ഥ്യബോധത്തിലേക്ക് വരുവാൻ ഈ ലഘുചിന്തകൾ മുഖാന്തരമാകട്ടെ. കർത്താവ് കൃപ തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.